ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പറയാം. ഉറക്കമൊക്കെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ്. പക്ഷെ എന്നാലും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ. അമ്മയും അച്ഛനും ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഇപ്പം എനിക്ക് 38 വീക്സ് ആയിട്ടോ. നമുക്ക് അവസാനമൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് ക്ഷീണമൊക്കെ കൂടുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. ഒരു 36 വീക്സ് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു 36 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്ഷീണക്കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും വന്നത് നമുക്ക് രണ്ടുപേർക്കും വലിയൊരു റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. 3 മാസമൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അമ്മയ്ക്കും അച്ഛനും മാത്രമാണ് അത്രയും സെൽഫ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അവരുടെ പ്രസൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയും അച്ഛനും വന്നിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണേ. സമയം കളയുന്നില്ല, നമുക്ക് എന്താ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നലെ രാത്രി തൊട്ട് ചെറുതായിട്ട് മൂവ്മെൻറ്റ്സ് ഒന്ന് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മണിക്കൂറും കൂടെ ഒന്ന് നോക്കി നമ്മൾ മിഡ് വൈഫിനെ വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 30 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് 2-3 മണിക്കൂർ നമുക്ക് മൂവ്മെൻറ്റ്സ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കണം എന്ന് തന്നെയാണ് കേട്ടോ ഇവർ തന്ന അഡ്വൈസ്. ഏകദേശം ഒരു 3-4 ആഴ്ച മുന്നേ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഒരു 3-4 മണിക്കൂർ കുറവ് തോന്നിയിട്ട് നമ്മൾ മിഡ് വൈഫിനെ വിളിച്ചായിരുന്നു. അതൊരു വീക്കെൻഡ് ആയിരുന്നേ. പക്ഷെ നല്ല അറ്റൻഷൻ ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഒരു 20 മിനിറ്റിൽ അവർ വീട്ടിൽ വന്നു. അവർ ബിപിയും ഹാർട്ട് ബീറ്റും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. അവർക്ക് ഗുഡായിട്ട് ഫീൽ ചെയ്തെങ്കിലും അവർ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അവിടുന്ന് കുട്ടിയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ബിപിയും ഹാർട്ട് ബീറ്റും എല്ലാം ഒന്നും കൂടെ 1 മണിക്കൂർ ഒബ്സർവ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് വിട്ടത്. എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റെയാണ്. അതായത് കുട്ടിയുടെയും ബെല്ലിയുടെയും ഇടയിൽ ഒരു കുഷ്യൻ പോലെയാണ് ഈ ഒരു പ്ലാസൻ്റ നിൽക്കുക. അതുകൊണ്ട് തന്നെ കുട്ടി മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് മേജർ മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് നന്നായിട്ട് ഫീൽ ചെയ്യുക. ചെറിയ മൂവ്മെൻറ്റ്സ് കുറച്ച് ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നാണ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. അതൊരു കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും പ്ലാസൻ്റയുടെ പൊസിഷൻ ഓരോ പോലെ ആയിരിക്കുമല്ലോ. പക്ഷേ എന്നാലും അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് കുറവ് മൂവ്മെൻറ്റ്സേ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയില്ലേ, എന്തായാലും അവരെ പെട്ടെന്ന് വിളിക്കാൻ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് ഉറപ്പിക്കാമെന്ന്. വിഷ്ണു അപ്പം മിഡ് വൈഫിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഞാനിവിടെ താഴെ എത്തിയപ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇതൊരു തഴക്കമാണ്. കാരണം അമ്മയ്ക്ക് രാവിലെ ഒരു 9 മണി 9:15 ആകുമ്പോഴേക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ വർഷങ്ങളായിട്ട് രാവിലെ 9 മണി 9:15 ആകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് അമ്മ പോവുക. അതേ ശീലം തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെയും കാണുന്നത്. രാവിലെ ഒരു 9 മണിയോട് കൂടെ അമ്മ കിച്ചൺ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ബാക്കി ദിവസം ഫുൾ വെറുതെ ഇരിക്കുമെന്ന്. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ പണി കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. അമ്മയ്ക്കും അച്ഛനും പൊതുവേ വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ എൻഗേജ് ആയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ചോറ്, പിന്നെ ചീരക്കറി, കാബേജ് ഉപ്പേരി, പൊട്ടറ്റോ ഫ്രൈ, ചിക്കൻ. ഇത് വൈകുന്നേരം വരെ ഒരു കുക്കിംഗ് ഇല്ല, എല്ലാം 3 നേരത്തെ കഴിഞ്ഞു. സമയം നോക്കി നോക്കും, 9 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ. 8:30 ഉള്ളൂ. അപ്പോഴേക്കാണ് പണി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 8-9 കൊല്ലമായിട്ട് അച്ഛന് വന്ന വലിയൊരു മാറ്റമാണ് കേട്ടോ. അച്ഛൻ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടല്ല, അച്ഛൻ തന്നെ ലീഡ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊരു 50 വയസ്സ് 55 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ശീലിച്ച് വന്ന ഇത്രയും കാലത്തെ കാര്യങ്ങൾ നമ്മൾ മാറ്റി ചെയ്തു തുടങ്ങുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇതൊരു അപ്രീഷ്യബിൾ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടും കേട്ടും ശീലിച്ചു വന്ന കാര്യങ്ങൾ മാറ്റി അച്ഛനായിട്ട് തന്നെ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് അമ്മയുടെ ഒരു ഡേ തന്നെ എത്ര ഈസി ആക്കി എന്നുള്ളത് ഞാൻ നാട്ടിൽ പോകുമ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ അത് ഇവിടെ നിന്നും കാണുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗാർഡനിലും നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ. അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം കവറിലാക്കാൻ വേണ്ടി. ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയേ വേണ്ടത്ര എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളതാണ് അച്ഛൻ നേരിടുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ഇന്ന് ഈവനിങ് നമുക്ക് ടൗൺ സെൻറ്ററിലോട്ട് പോയി കുറച്ച് ഫെർട്ടിലൈസേഴ്സും ഒപ്പം കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള സംഗതികളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം. എനിക്കും വിഷ്ണുവിനും അങ്ങനെ ചെടികളെ പറ്റി ശാസ്ത്രീയമായിട്ട് വലിയ അറിവില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഈ ഒരു ഗാർഡൻ കുറച്ച് വൃത്തിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ പറയുമായിരുന്നു, ഈ 2 മരം ഇവിടെ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും ഇത് അവിടെയുള്ള ടൈൽസിനെയും അതേപോലെ തന്നെ ആ ഗരാജിൻ്റെ ബേസും നല്ലോണം കേടുവരുത്തുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഉടനടി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കുക ചെയ്യുന്നത്. ഇവിടെയുള്ള ടൈൽസും കാര്യങ്ങളും ഒക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു മരത്തിൻ്റെ വേര് കാരണം. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം അതിനുണ്ടാക്കണം. എനിക്ക് മുന്നേ ചോറിന് എന്തുണ്ടെങ്കിലും ഒരു പൊട്ടറ്റോ ഫ്രൈ ഒപ്പം വേണമായിരുന്നു കേട്ടോ.
നമ്മൾ ഒറ്റയ്ക്ക് മാറി താമസിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ശീലങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഉച്ചയ്ക്ക് അമ്മ ആ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി വെക്കുകയാണ്. അതിൻ്റെ ഒപ്പം രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള അതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് 2 പാത്രത്തിലാക്കി വെക്കാം. എന്നാൽ ഒരു പാത്രം ഇന്നും ഒന്ന് നമുക്ക് നാളെ എടുക്കാമല്ലോ. ഇതിൻ്റെ ഇടയിൽ വിഷ്ണു മിഡ്വൈഫിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ തിരിച്ച് വിളിച്ചായിരുന്നു. അവരെൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് മൂവ്മെൻറ്റ്സ് കുറവാണ് തോന്നുന്നതെങ്കിൽ അവരിപ്പോൾ തന്നെ വീട്ടിലോട്ട് വരാമെന്ന്. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണുവിന് എന്തായാലും ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ്. കഴിഞ്ഞൊരു 6 ആഴ്ചയായിട്ട് വിഷ്ണു ഓഫീസിൽ പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് അമ്മയും അച്ഛനും വന്നതിന് ശേഷം ഒരു ദിവസം ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടീമിനൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം രാവിലെ ഒരു 7:15 7:30 അപ്പോൾ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് പുട്ടും ചെറുപയറുമാണ്. പിന്നെ ഞാൻ ഒന്ന് ചിക്കൻ കറിയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിയുന്ന അത്ര പറഞ്ഞതായിരുന്നു കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്നുള്ളത്. പക്ഷേ അമ്മയ്ക്ക് ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അമ്മ സ്റ്റവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഡിഷ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാത്രമൊന്നും ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് കഴുകാറില്ല. മുന്നേ നമുക്ക് ഡെയിലി ഒരു തവണയായിരുന്നു ഡിഷ് ഓടിക്കേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ 2 തവണ ഓടിക്കുന്നുണ്ട്. ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും. ഞാൻ നിങ്ങൾക്കൊരു കോമഡി പറഞ്ഞു തരട്ടെ. നാട്ടിലമ്മ എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ, അതായത് ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഒരു ഡിഷ് വാഷർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. എന്നിട്ട് കാര്യമായിട്ട് നമ്മൾ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അമ്മയോട് ചോദിച്ചത് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ തന്നെയാണ് കിട്ടാറുള്ള മറുപടി. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു തള്ളായിരുന്നു കേട്ടോ. അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്. അവരിങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 3 ആഴ്ച മുന്നേ അവർക്കും കുറച്ച് ബിസി സ്കെഡ്യൂളായിരുന്നേ. കാരണം അമ്മമ്മയ്ക്ക് 1-2 തവണ വയ്യാതെയിട്ട് ഹോസ്പിറ്റലിൽ 2-3 ദിവസം നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ല കേട്ടോ, ക്ഷീണവും കാര്യങ്ങളൊക്കെ കാരണം. പക്ഷേ എന്നാലും ഹോസ്പിറ്റലിൽ 1-2 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ സ്കൂളിൽ നിന്ന് ഇത്രയും ദിവസം വിട്ടു നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം തിരക്കായിരുന്നു കഴിഞ്ഞൊരു 3 ആഴ്ച. അതുകൊണ്ട് ഡിഷ് വാഷർ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അമ്മ എനിക്ക് തന്ന എക്സ്ക്യൂസ്. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് ചോദിച്ചു, നമുക്ക് തിരക്കുള്ളപ്പോഴല്ലേ ഡിഷ് വാഷർ ഒരു ഉപയോഗമാവുന്നതെന്ന്. അങ്ങനെയല്ല അത്രേ. പാത്രമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കഴുകി വെക്കാം. ഡിഷ് വാഷറിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കൽ നല്ലൊരു പണിയാണ് എന്ന്. എന്തായാലും അമ്മയ്ക്ക് എന്താണോ എളുപ്പം അങ്ങനെ അമ്മ ചെയ്യട്ടെ. ഞാൻ എന്തായാലും കിച്ചൺ ക്ലീൻ ചെയ്യാം. അമ്മ പോയി കൗച്ചിലിരുന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ വാക്യൂമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വഭാവം എനിക്ക് മൊത്തമായി കുറ്റം പറയാനുള്ള അർഹത എനിക്കില്ല കേട്ടോ. കാരണം ഇവിടെ എല്ലാവരും എന്നെ പറ്റി പറയാറുള്ള കാര്യം ഇത് തന്നെയാണ്. ക്ലീൻ ചെയ്യാതെ ഒരു സെക്കൻഡ് ഞാൻ വെറുതെ ഇരിക്കില്ല, എവിടെയെങ്കിലും ഒന്ന് വന്നിരിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യവും പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്. വിഷ്ണു ബാക്കിൽ തേരാപ്പാര നടന്ന് സംസാരിക്കുന്നത് കേട്ടില്ലേ? വിഷ്ണു മിഡ്വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നെക്കാളും ഭയങ്കര ടെൻഷനാണ് കേട്ടോ വിഷ്ണുവിന്. അപ്പോൾ വിഷ്ണുവിന് ഒരുപാട് ക്വസ്റ്റ്യൻസും ആങ്സൈറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് വിളിച്ച് തീരുമാനമാക്കി ഓഫീസിൽ പോകണോ വേണ്ടേ എന്നുള്ള വീണ്ടും സംശയത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് വിഷ്ണു. ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഓഫീസിൽ പോകാൻ പറഞ്ഞു. പിന്നെ എനിക്കിപ്പോൾ 38 വീക്സായി. ഇന്ന് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി വിഷ്ണുവിന് എത്ര പെട്ടെന്ന് ഓഫീസിൽ പോകാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് പോയി വരട്ടെ, ഓഫീസിലെ കാര്യങ്ങൾ നമുക്ക് നടക്കണമല്ലോ. അപ്പം ഞാനും അച്ഛനും കൂടെ പോയി വിഷ്ണുവിനെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. വിഷ്ണുവിൻ്റെ ഓഫീസ് പ്രോപ്പർ ആംസ്റ്റർഡാം സെൻട്രലാണ് കേട്ടോ. കമ്പനി പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നമ്മൾ പാർക്കിംഗ് എടുക്കുക എന്നുള്ളത് അത്ര അഫോർഡബിൾ ആൻഡ് ഒരു സ്മാർട്ട് മൂവ് അല്ല. അതുകൊണ്ട് എപ്പോഴും വിഷ്ണുവിന് ഞാനിവിടെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 20 മിനിറ്റ്സിൽ ആംസ്റ്റർഡാം സെൻട്രലെത്തും. അവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഓഫീസ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് പോകുന്നത് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാനും വരും. തിരിച്ചെത്തിയപ്പോൾ അമ്മ ഒന്ന് ഇരുന്ന് കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പോയിട്ട് ഇനി കുറച്ചേരുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കട്ടെ കേട്ടോ. പുറപ്പെട്ടിട്ടേ വരാം. എനിക്കൊരു അരമണിക്കൂറൊന്ന് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കേണ്ട ആവശ്യമുണ്ട്. രാവിലെ തൊട്ട് ചെറുതായിട്ട് പുള്ളിയുടെ മൂവ്മെൻറ്റ്സ് ഒന്ന് കുറവാന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. ഇത് പുള്ളിക്ക് ഇടയ്ക്കുള്ള സ്വഭാവമാണേ. എന്നിട്ട് മിഡ്വൈഫിനെ വിളിച്ച് കഴിഞ്ഞ് നമ്മളോട് ഒന്നെങ്കിൽ ക്ലിനിക്കിക്ക് വരാൻ പറയുക, അല്ലെങ്കിൽ മിഡ്വൈഫ് വീട്ടിൽ വരാൻ പറഞ്ഞു എന്നൊക്കെ പുള്ളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താണ്ടവായിരിക്കും വയറിൽ കിടന്നിട്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു പുള്ളി അനങ്ങുമായിരിക്കുന്നത്. അവരൊരു 1 മണിക്കൂർ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് തണുത്ത വെള്ളം കുടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ചെരിഞ്ഞ് കിടക്കട്ടെ. എന്നിട്ട് അനങ്ങുന്നില്ലെങ്കിൽ, അതായത് സ്റ്റിൽ മൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇവരെ ക്ലിനിക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ അവരവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കിടന്ന് നോക്കട്ടെ കുറച്ച് നേരം. പ്രഗ്നൻസി സോഫാർ എനിക്ക് നെതർലൻഡ്സിൽ ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു കാര്യം പോലും എനിക്ക് മോശം പറയാനായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം പറയാനായിട്ടില്ല. 24/7 നല്ല അറ്റൻഷൻ തന്ന് പ്രഗ്നൻസി പീരീഡ് നല്ല കൂളാക്കിയിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മുന്നേ വ്ളോഗിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നല്ലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷേ ഇവിടെ ദീപ ചേച്ചിയുടെയും അമ്മു ചേച്ചിയുടെയും അച്ചു ചേച്ചിയുടെയും ഒക്കെ ഡെലിവറി കണ്ടൊരു എക്സ്പീരിയൻസും അതിൻ്റെ ഒപ്പം ഇവിടെ എൻ്റെ മിഡ് വൈഫ് എനിക്ക് തന്ന സപ്പോർട്ടും കൂടെയാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ എനിക്ക് പ്രഗ്നൻസി കൊണ്ടുപോകാനായിട്ട് പറ്റിയേ. പിന്നെ വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതോടും കൂടെയാണ് നമുക്ക് നന്നായിട്ട് ഈ ഒരു പ്രഗ്നൻസി ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയത്. ഒരു 20 മിനിറ്റ് കിടക്കേണ്ടി വന്നില്ല, 10 മിനിറ്റിൽ തന്നെ നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിഡ് വൈഫിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല, ഇവിടെ തന്നെ 10 മിനിറ്റുള്ള ഹാഫ് ഡോർ സെൻറ്ററത്തോട്ട്. അവിടെ നമുക്ക് മേജർ ഷോപ്പിംഗ് ഒന്നും അല്ല, കുറച്ച് നേരം അമ്മയ്ക്കും അച്ഛനൊക്കെ ഒന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആവുമല്ലോ. അപ്പുറത്തെ വീട്ടിലെ കാര്യം വായ നോക്കുകയല്ല കേട്ടോ. നമ്മുടെ നൈബർ പുതിയൊരു കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. അവരിതേ വീട്ടിൽ വന്ന് ഇങ്ങനെ ഡെലിവറി ചെയ്യും. അപ്പോൾ അത് ഞാനൊന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്. ഇവിടെ ഓരോ വീക്കിലും ഒരു ദിവസം ഇങ്ങനെ മാർക്കറ്റ് വരും കേട്ടോ. ആ മാർക്കറ്റ് ഓരോ വീക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസം അവരിങ്ങനെ മൂവിങ് വെഹിക്കിൾസിൽ വന്നിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാഫ് ഡോർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളിയാഴ്ചയാണ് അത് ഉണ്ടാവുക. കുറച്ച് മീനും മീറ്റും ക്ലോത്ത്സും ഒക്കെ വില കുറവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഫ്രഷൊക്കെ കിട്ടും മീൻ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെ മീനാമ്മ വാങ്ങിക്കേണ്ടത്? ലാസ്റ്റാണ് അമ്മ ഫിഷിന്റെ അറ്റം. ബ്രെഡ്, ഇവിടെ ബ്രെഡും മീറ്റും എല്ലാം ഉണ്ടാവും. ഫ്രഷ് ആയിട്ടുള്ള അപ്പം ബേക്ക് ചെയ്ത് കിട്ടുന്ന ബ്രെഡൊക്കെ കിട്ടും നമുക്ക് ഇവിടെ. എനിക്ക് ആൽബർട്ടൻ കിട്ടുന്ന ബ്രെഡിൻ്റെ ധാരാളം. പിന്നെ ഇവിടെ മഫിൻസ്, മാക്രോൺസ്, കുറേ സാധനങ്ങൾ. എൻ്റെ ടോപ്പ് നോക്കണം അമ്മ. എനിക്ക് മാർക്കറ്റിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, കുറേ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത് നല്ല രസമുള്ളൊരു സീനാണ്. പിന്നെ 2, കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ കുറേ പേര് വരിക. അവരധികം ആൾക്കാരും ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മളോട് കുറേ വർത്താനൊക്കെ പറയാൻ വില്ലിങ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലും കൂടുതൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുമേ. വലിയ മീനാണെങ്കിൽ അവർ നന്നാക്കി തരും, ചെറിയ മീൻ അവർ നന്നാക്കി തരില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഇങ്ങനെ നന്നാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിട്ട് കാണുകൊണ്ടാണോ എന്നറിയില്ല, സമയം ഉണ്ടെങ്കിൽ അവർ 4-5 മത്തിയൊക്കെ എനിക്ക് നന്നാക്കി തരും. നമ്മളിന്ന് കുറച്ച് ബത്തിയും ആവോലിയും കാളാഞ്ചിയും ഡൊറാഡോയും പ്രോൺസും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോയി നന്നാക്കി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 ആഴ്ച ഓടുമല്ലോ. പിന്നെ ആ ഫിഷ് ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഇതേ കല്ലുമ്മക്കായും ഫിഷും ഒക്കെ നമുക്കിവിടെ ഫ്രൈ ചെയ്ത് കിട്ടും. കിബ്ലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അത് അമ്മയും അച്ഛനും ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടെ നമുക്കിവിടെ നടക്കായിരുന്നു, പക്ഷെ എനിക്ക് 12 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ നടന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ പുറത്താം. ഫ്രണ്ടിൽ ഈ കാണുന്ന ചെടിയും കൂടെ ഒന്ന് വെട്ടി റെഡിയാക്കണം എന്നുള്ളൊരു പ്ലാനോട് കൂടെയാണ് കേട്ടോ അമ്മ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നത്. അധികം തട്ടിത്തിരിഞ്ഞേക്കാൻ സമയമില്ല കേട്ടോ. ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ മീറ്റിംഗ് ആണ്. ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രൊഫഷനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമാണല്ലോ വിസിബിളായിട്ട് കാണുന്നൊരു വർക്ക്. പക്ഷെ അതല്ലാതെ അതിൻ്റെ ബിഹൈൻഡ് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിതിൽ എൻജോയ് ചെയ്യുന്ന കാര്യം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും മാത്രമാണ്. അതല്ലാതെ ഒരു 10-12 കാര്യം കൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇതൊക്കെ ചെയ്യൽ ഞാൻ റിമൈൻഡർ വെച്ച് എനിക്ക് അത്യാവശ്യം നല്ല പണിയായിട്ട് തന്നെയാണ് തോന്നാറ്. പക്ഷെ വിഷ്ണു നല്ലോണം സ്റ്റെപ്പ് ഇൻ ചെയ്യാറുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. റീസെൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ വർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി വിഷ്ണു ഒരു ആപ്ലിക്കേഷനൊക്കെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഈസി ആക്കി എല്ലാം ഒന്ന് പ്രോപ്പർലി സ്കെഡ്യൂൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പ്രോപ്പർ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊന്ന് സ്കെഡ്യൂൾ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്ക്ലോഗ്സ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഞാനൊന്ന് മോളിൽ പോയി ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ എന്തൊരു പ്രൊആക്റ്റീവാണ്. എൻ്റെ മരി മേടിച്ചില്ല. ഇത്ര പ്രൊആക്റ്റീവ്നെസ് കാരണം അമ്മയ്ക്ക് ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റാത്തത്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് മത്തി ഇവിടെ നന്നാക്കി. ഇതെന്താണ്? വത്തള്, ഇത് ഡൊറാഡോ, ഇത് ചെമ്മീൻ. ഇനി അടുത്ത പണി എന്താ? ഈ ചെമ്മീൻ സത്യം പറഞ്ഞാൽ ഞാൻ നന്നാക്കാൻ വേണ്ടി എടുത്തായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അമ്മ പറയണം കേട്ടോ. അമ്മയുടെ ഒപ്പം അടുക്കളയിൽ പിടിച്ചിക്കൽ പോസിബിൾ അല്ല. ഞാൻ ചെമ്മീൻ എടുക്കുമ്പോഴേക്ക് അമ്മ 4 എണ്ണം കഴുകിയിട്ടുണ്ടായിരിക്കും. ഞാൻ മുറിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്ക് അടുപ്പത്ത് കറിയിട്ടുണ്ടായിരിക്കും. ഇല്ലേ? ഇനി ഞാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തവണ അമ്മ അവിടെ തുടയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ടേസ്റ്റ് 2 സ്പൂൺ ഉപ്പിടും. അങ്ങനെ അത് അവസാനം അമ്മയുടെ ഒരു കറിയായി തീരും. അങ്ങനെ ഞാൻ നാട്ടിൽ അടുക്കളയിൽ കയറുന്നത് നിർത്തിയത്. ഇപ്പം ഇവിടേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി.
അമ്മ ഒഴിഞ്ഞാൽ ഈ ലെവലിൽ ഞാൻ പെർഫോം ചെയ്യാൻ അമ്മ വിചാരിക്കരുത്. എന്റെ പെർഫോമൻസ് വേറെ ലെവലിലാണ്. ഞാൻ രാവിലെ 8:30 വന്നപ്പോക്ക് രാത്രിക്ക് വരെയുള്ള ഭക്ഷണം റെഡിയായി. ഞാൻ മുകളിൽ പോയി മീറ്റ് കഴിഞ്ഞ് വന്നപ്പോക്ക് മത്തി ഫുൾ ഇവിടെ ക്ലീൻ ആയി റെഡിയായി. എന്നിട്ട് അമ്മ കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് പറയും, ഒന്നും സമയമില്ല, ഇരിക്കാൻ നേരം കിട്ടണില്ല. അത് ഇല്ലേ അമ്മയുടെ ഒപ്പം ചെയ്ത് ഞാൻ എത്തില്ല അമ്മ. ഞാനാണ് അമ്മയ്ക്ക് ചെമ്മീൻ നന്നാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. തല വെച്ചിട്ട് നമുക്കൊരു കറി വെക്കാൻ. ഈ കറി ഞാൻ വെക്കൂട്ടോ. തലക്കറി അല്ല, ചെമ്മീൻ്റെ തലയും കൂടെ വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്. അച്ഛമ്മടെ ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലഞ്ച്. ചോറുണ്ട്, ക്യാരറ്റും ക്യാബേജും ഉപ്പേരിയുണ്ട്, താളിപ്പ് എന്ന് പറയട്ടോ ഈ കറി. ഇത് നമ്മൾ ചീര വെച്ചാൽ ഉണ്ടാക്കിയേ. പക്ഷേ വീട്ടിലായിരുന്നപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇലയില്ലേ അത് വെച്ചുണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുക. ഇതൊരു മലപ്പുറം സ്പെഷ്യൽ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ ഉറപ്പില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു താളിപ്പ്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ കമൻറ്റ് ചെയ്യാറില്ലേ, കുട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല എന്ന്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്കെൻ്റെ വീട് ഓർമ്മയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അവിടെ ഇവിടെ ഇരിക്കണം, വൃത്തി വേണം, അങ്ങനെ നിർബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നീ രോഹിത്തിനെയും വളർത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ ചിട്ടകളിലൂടെയാണ് വളർത്തി കൊണ്ടുവന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ആയത്. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ടൈം ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഭക്ഷണം അധികം നമുക്ക് ഡൈനിങ് ടേബിളിലേ കിട്ടുള്ളായിരുന്നു. കൗച്ചിലിരുന്നോ അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്നോ ഒന്നും ഭക്ഷണം കഴിച്ച ഓർമ്മ എനിക്കില്ല തന്നെ കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും എനിക്ക് രാത്രി ഇപ്പോൾ വിശക്കുകയൊക്കെ ചെയ്യുമല്ലോ, താഴെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ബെഡ്റൂമിലോട്ട് ഫുഡ് കൊണ്ടുവരുന്നത് ഇപ്പോഴും എനിക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശീലിച്ച് വന്ന കാര്യമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഇതിനോടൊക്കെ നമ്മൾ രണ്ടുപേരും വളരെ ഓക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നാളെ എനിക്ക് മോനുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും ഇത് ഡീൽ ചെയ്യാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഞാൻ വളരെ എക്സ്ട്രാ കൂളായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ. ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നുണ്ടായിരിക്കും. ഇതൊന്നും നമുക്ക് അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എടുക്കണം. അപ്പോൾ വരുന്ന ആളുടെ സ്വഭാവം, എൻ്റെ അപ്പത്തെ മാനസികാവസ്ഥ, നമ്മൾ രണ്ടുപേരുടെ പാരൻറ്റിങ് സ്റ്റൈൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഞാൻ പുറത്തു പോകാൻ വേണ്ടിയിട്ടേ ഇട്ടൊരു സ്പെഗറ്റി ടോപ്പിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടതായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ബാക്ക് ഇങ്ങനെയാണെന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു സീൻ ശ്രദ്ധിച്ചോ? ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അതിൻ്റെ സൈഡിൽ കൂടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മയുടെ ഒരു സ്വഭാവമാണ്. അമ്മയുടെ മാത്രമല്ല കേട്ടോ, അമ്മമ്മയുടെയും. ഇത് ഞാൻ അവർ രണ്ടുപേരെയും മാത്രം പറയില്ല, കാരണം ഇത് തന്നെയാണ് ഇവിടെ ഫ്രണ്ട്സ് എന്നെ പറ്റിയും പറയാറ്. ഗീത ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കൂടെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യത്തെ നമുക്ക് ബ്ലെയിം ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേരും ഇതൊരു ബുദ്ധിമുട്ടോടുകൂടെ അല്ല കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട്. ഇത് എത്ര ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയില്ല, പക്ഷെ ഒരു സുഖം കിട്ടുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. ഇനി അമ്മ എനിക്ക് 1, 2, 3 എന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. നമ്മൾ മീൻ നന്നാക്കിയതിൻ്റെ എല്ലാ വേസ്റ്റും ഈ ഒരു ഗാർബേജ് ബാഗിലുണ്ട്. വീടിൻ്റെ അകത്ത് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി നമുക്ക് പുറത്തുള്ള വേസ്റ്റ് ബാഗിൽ കൊണ്ടിടാം. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നാട്ടിലേക്കാളും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അതായത് ഇപ്പോൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ കവറിൽ കെട്ടി പുറത്തുള്ള ഒരു ഗ്രീൻ വേസ്റ്റിൽ കൊണ്ടിടും. ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ വേസ്റ്റിൻ്റെ സ്ഥലത്തുനിന്ന് അവർ ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ ഒരാഴ്ചയ്ക്ക് കിച്ചൺ വേസ്റ്റ് ഈ ഒരു ബാസ്ക്കറ്റിൽ കിടക്കുന്നത് അച്ഛനും അമ്മയ്ക്കൊന്നും അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ടാസ്ക് നമ്പർ 2, നമ്മുടെ ഈ ഒരു സോപ്പ് ഡിസ്പെൻസറിൽ നമുക്ക് സോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നിറച്ച് വെക്കണം. ഇതിൽ ഞാൻ നിറച്ച് വെക്കാറ് നമുക്ക് പാത്രം കഴുകാനും ഒപ്പം കയ്യിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡ് സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടും. അതാവുമ്പോൾ പാത്രം കഴുകാനും അത് മതി, കൈ കഴുകാനും അത് തന്നെ മതി. പിന്നെ പാത്രം ആക്ച്വലി നമുക്കൊന്ന് റിൻസ് ചെയ്തെടുക്കുകയല്ലേ വേണ്ടു. ബാക്കി എന്തായാലും നമ്മൾ ഡിഷ് വാഷറിൽ തന്നെയാണല്ലോ വെക്കുക. കിച്ചൺ വേസ്റ്റിൻ്റെ ആ ഒരു കണ്ടെയ്നറും കൂടെ നമുക്കൊന്ന് നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് നമുക്ക് പുറത്ത് കൊണ്ടാക്കാം കേട്ടോ. നല്ല വെയിലൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തീർന്നു എന്ന്. എന്നാൽ ഇല്ല, ഇനി ദോശയ്ക്കും ഇഡ്ഡലിക്കുമുള്ള അരി നമുക്ക് വെള്ളത്തിലിടണം. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനായിട്ട് ദോശയ്ക്ക് അരി മുഴുവനും വെള്ളത്തിലിടുന്നത്. അന്ന് ഞാൻ അമ്മമ്മേനെയായിരുന്നു വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കണക്ക് എന്ന്. അന്ന് അമ്മമ്മ പറഞ്ഞ അതേ കണക്കിലാണ് ഞാൻ ഇപ്പോഴും അരി ഇടാറ് കേട്ടോ. പക്ഷെ ഇന്ന് അമ്മ പറയുന്നു ആ കണക്ക് തെറ്റാണെന്ന്. അതിൻ്റെ ഒരു വാഗ്വാദമാണ് നമ്മൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയും കൂടെ തീർത്ത് ഈ കിച്ചണൊരു ഡോർ ഉണ്ടെങ്കിൽ ഞാൻ അടച്ചിട്ടാണ്, എന്നാലും നമുക്ക് 2 പേർക്കും പോയി റെസ്റ്റ് എടുക്കാൻ പറ്റൂ. എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ ഒന്ന് ഇവിടെ ഇറക്കി വിടട്ടെ, എന്നിട്ട് നമുക്ക് 2 പേർക്കും കുറച്ച് നേരം പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം. ചില സ്വഭാവം അത്ര നല്ലതല്ല എന്ന് നമുക്കറിയെങ്കിലും ചില സ്വഭാവം നമുക്ക് വിട്ടുകൊടുക്കാൻ തോന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ കുറേ ആയിട്ട് കൊണ്ടുനടക്കുന്നതാണ് ഉച്ചയ്ക്കുള്ള ഉറക്കം കേട്ടോ. ഉച്ചയ്ക്ക് അധികം നേരമൊന്നും വേണ്ട, എനിക്കൊരു 20 മിനിറ്റെങ്കിലും ഉച്ചയ്ക്ക് ഉറങ്ങുക എന്നുള്ളത്, എനിക്ക് ആ പവർ നാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കല്ലെങ്കിൽ അത് ഭയങ്കര മിസ് ചെയ്യും.
പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഇപ്പം രാത്രിയൊന്നും അത്ര ഉറക്കം കിട്ടാത്തത് കാരണം എനിക്ക് എപ്പോഴാണോ ഉറങ്ങാൻ പറ്റുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി എടുത്ത് ഞാൻ അപ്പം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ്. കണ്ണ് തുറന്നപ്പോഴേക്ക് വൈകുന്നേരം ചായക്കുള്ള സമയമായിട്ടുണ്ട്. നമുക്കിവിടെ ചായശീലമൊന്നും പൊതുവേ ഇല്ല കേട്ടോ, പക്ഷെ അമ്മയും അച്ഛനും വൈകുന്നേരം 4 മണിക്ക് ഒരു ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാനും ഒരു കമ്പനിക്ക് ഇടയ്ക്ക് ഒരു ചായ കുടിക്കാറുണ്ട്. അമ്മയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവുന്ന സ്വീറ്റ്സ് തീറ്റ. രാവിലെ തൊട്ട് ജിലേബി, ബർഫി, ലഡ്ഡു, പിന്നെ എന്തൊക്കെയാ പേട, അങ്ങനെ കൈ കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കും. ഇന്ന് രാത്രിയും കൂടെ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഒരു സോംബി ആയിട്ടായിരിക്കും എണീക്കുന്നുണ്ടായിരിക്കാം. അച്ഛൻ കുറേ നേരമായിട്ട് ഗാർഡനിലാണ് കേട്ടോ. നമ്മുടെ ഗാർഡൻ ഏകദേശമൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ടൗൺ സെൻറ്ററും പോകാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് എക്യുപ്മെൻറ്റ്സും കുറച്ച് വളങ്ങളും ഒക്കെ വാങ്ങിക്കണം എന്നാണ് കിട്ടിയിട്ടുള്ള ഗൈഡൻസ്. അപ്പോൾ നമുക്കൊന്ന് ടൗൺ സെൻറ്ററും പോകാം. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ ഞങ്ങളുടെ ഗാർഡൻ? അങ്ങനെ പറയരുത്. അച്ഛൻ്റെ ഗാർഡനായിട്ട് കമ്പയർ ചെയ്യണേ. ഞങ്ങൾ 2 യുവാക്കൾ നടത്തുന്ന ഗാർഡനാണിത്. എന്താ സാധനം? പള്ളിയോ? അച്ഛൻ വീട്ടിലാവുന്ന സമയത്തും നമ്മുടെ ഗാർഡൻ കണ്ടിട്ടില്ലേ വീട്ടിൽ? രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ അച്ഛൻ ഗാർഡനിലോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് 11-11:30 വരെ അച്ഛൻ ഗാർഡനിൽ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഒരു 9 മണി 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര കുത്തുന്ന വെയിലാണ്. നാട്ടിൽ വെയിലിനേക്കാളും നമ്മൾ പൊള്ളി പോകുന്നൊരു തരം വെയിലാണ്. അതുകൊണ്ട് ആ സമയത്ത് തീരെ നമുക്ക് ഗാർഡനിൽ ഇറങ്ങാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഒന്ന് സന്ധ്യയായി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കുറച്ചൊന്ന് വെയിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുന്ന രീതിയിലായി തീരുക. ഇന്ന് കുറച്ച് വെയിൽ കുറവുള്ള ദിവസം കേട്ടോ. ഇപ്പോൾ 4:30 ആയിട്ടേ ഉള്ളൂ, വലിയ വെയിലില്ല ഇന്ന്. നമ്മുടെ ഈ ഒരു എൻ്റയർ സ്ട്രീറ്റിൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ 2 വലിയ മരം ഉള്ളത് നമ്മുടെ വീടിൻ്റെ അവിടെ മാത്രം കേട്ടോ. അവിടെ ശരിക്കും 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് തൊട്ട് മുന്നത്തെ ഓണേഴ്സ് മുറിച്ചു. എനിക്ക് തോന്നുന്നു റീസൺ ഈ ഒരു വേരിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ശരിക്കും അതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ടൈൽസ് പൊങ്ങിയ പ്രശ്നവും ഗരാജിന് വരാൻ പോകുന്ന പ്രശ്നമൊക്കെ. മരം മുറിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയമാണ്. ഇതെന്താണെന്നറിയോ, ഇത് ഉണക്കമീൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വരുന്ന വഴിക്ക് തണുപ്പൊക്കെ ആയിട്ട് കുറച്ച് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അച്ഛൻ തൽക്കാലത്തേക്ക് പണിയൊന്നും നിർത്താമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടൂൾസ് നമുക്ക് പോയി വാങ്ങിക്കണം ടൗൺ സെൻറ്ററിൽ നിന്ന്. ഇത് അമ്മ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊടുന്ന ആരോഗ്യപ്പൊടിയാണല്ലേ. മുന്നേ ഉണ്ടാക്കിയതൊന്നും ഓർമ്മ ഉണ്ടോ? ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ആരോഗ്യപ്പൊടി കുടിക്കായിരുന്നു, ആരോഗ്യം കുറവായിട്ട്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം? മുത്താറി, കമ്പം, ചോളം, ബാജ്ര, ചാമ അരി, കീൻവ ഉണ്ട് ഇതില്, സൂചി ഗോതമ്പ്, എള്ള്, സാബൂനരി, നവാരി, മണിക്കടല, അങ്ങനെ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഉണക്കി പൊടിച്ചതാണല്ലേ. ഇതിങ്ങനെ കിട്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. അങ്ങനെയാണോ? അപ്പോൾ അങ്ങനത്തെ ഒരു ആരോഗ്യ പൊടിയാണത്. അവസാനമായപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ 37 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ആരോഗ്യമില്ല. അന്ന് അമ്മ എന്നോട് ചോദിക്കായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോ പ്രസവരക്ഷണ ലേഖങ്ങളോ കഷായോ ഒക്കെ കൊണ്ടുവരണമെന്ന്. അമ്മ ഇത് കഴിച്ചിട്ട് രോഹിത് ആയിരുന്ന സമയത്ത് രോഹിത്തിന് വയറ് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ. അപ്പൊ എന്നിട്ട് അമ്മ നിർത്തിയിട്ടല്ല രോഹിത്തിന് ശരിയായത്, ഡോക്ടർ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രസവരക്ഷ കഴിച്ച ഞാൻ ഇവിടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞ മനസ്സിലാവും, കുട്ടി ഡയറിയ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് വേണ്ട, നാട്ടിലെത്തിട്ട് നമുക്ക് കാണുക. അമ്മി ഇവിടുത്തെ സ്റ്റവും തമ്മിൽ 10 ദിവസം തൊട്ട് തുടങ്ങിയതാണ്. മൽപ്പിടുത്തം കത്തുന്നില്ലാന്ന്. അമ്മ തിരിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് 3 തവണ പിടിക്കുക. തിരിക്കോ? ആ വിട്ടോളൂ. അത് കത്താൻ കുറച്ച് പണിയാ, അത്ര എളുപ്പമല്ല അത്. സ്റ്റവിനായിട്ടുള്ള പ്രശ്നം വിഷ്ണുവിൻ്റെ അമ്മ വന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇതിനൊരു നാക്ക് ഉണ്ടാവുന്ന കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കിട്ടാനൊരു 4-5 ദിവസം എടുക്കും. നമ്മുടെ ആരോഗ്യപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായയും ആരോഗ്യപ്പൊടിയാണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ അമ്മ എന്തിനാ അപ്പൊ ഉണ്ടാക്കി? ഓക്കെ കിട്ടോളൂ. അതിനുള്ളിടരുത്, ആ വേസ്റ്റ് പുറത്ത് വെച്ചിരിക്കും. തൽക്കാലം അടച്ചോളൂ, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം.
നാട്ടിൽ നിന്ന് കുറച്ച് മിക്സ്ചറും ചിപ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കൂട്ടിയിട്ടാണ് വൈകുന്നേരം നമ്മുടെ ചായ കുടി. ഞാനും അമ്മയും കൂടെ വർത്താനം പറയുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ നിർത്താതെ ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. മുന്നേ ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്തും സ്കൂളിലെ വിശേഷം ഒന്നും ഇടാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മയുടെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരിക്കില്ല. ചുരുക്കി പറഞ്ഞ ഒരു മൂളക്കം പോലും ഉണ്ടായിരിക്കില്ല. ഇപ്പം ഞാൻ അമ്മടുത്ത് ചോദിക്കുന്നു, മൂളെങ്കിലും ചെയ്തുകൂടെ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന്. അമ്മയ്ക്ക് പൊതുവേ അങ്ങനെ അധികം സംസാരിക്കാൻ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഓരോ ആൾക്കാർ ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പം അമ്മ പൊതുവേ അങ്ങനെ ഭയങ്കര വർത്താനം പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്സ് പൊതുവേ എപ്പോഴും കുറവാണ്. അമ്മ ഒരു ഗ്രാൻഡ് മദർ ആവുന്നതിൽ എക്സൈറ്റഡ് ആണോ? ഒരു അമ്മമ്മയാവുന്നതിൽ സന്തോഷമല്ലേ? പക്ഷെ ഒന്നും കാണാനില്ല മുഖത്ത്. പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് തന്നപ്പോൾ തന്നെ നമ്മുടെ റിയാക്ഷൻ പോരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ഡ്രസ്സ് തുറക്കുമ്പോഴും വാവെന്ന് പറയണം. നീ കൂടുതൽ വാങ്ങിത്തരുമോ? ഞാൻ വാങ്ങിത്തരാം. അമ്മ 2 വാവ് പറഞ്ഞാൽ 2 ഡ്രസ്സ് കൂടുതലും എനിക്ക്. കുഞ്ഞെല്ലാം കൊണ്ടുവരുമ്പോൾ ഞാനൊക്കെ ഹൗന്നറിയാം, ഹൗന്നറിയാം, വാവെന്നറിയില്ല അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിത്തരാം. ചെയ്യാം. എൻ്റെ വീടിൻ്റെ മുന്നിലാണ് കാർ പാർക്കിങ്. ശരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ റിസർവ്ഡ് പാർക്കിംഗ് അല്ല. നമുക്ക് ഇവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ ടൗൺ സെൻറ്ററും പോവുകയാണ്. കുറച്ച് ഗാർഡനിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാച്ചാ വാങ്ങിക്കാനുള്ളത്? കയറാൻ അച്ഛൻ ഭയങ്കര പത്രാസിലാണ് മറുപടി എന്ന് പറഞ്ഞത്. ഇതും അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. നമ്മളിവിടെ ടൗൺ സെൻറ്ററിലെത്തി. ഇവിടെ ഒരു ചെടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഫെർട്ടിലൈസേഴ്സോ അങ്ങനത്തെ കാര്യമൊന്നും ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. 1-2 തവണ എനിക്കിങ്ങനെ ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു സാധനം അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെടിയുടെ അടിയിൽ കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണ് നമുക്ക് ആപ്പിളിനും ഗ്രേപ്സിനും ഒക്കെ ഇടാൻ പറ്റുക. ഇവിടെ എല്ലാ പാക്കറ്റ്സിൻ്റെ മുകളിലും ഡച്ച് ആയതുകൊണ്ടും എനിക്കും അച്ഛനും നന്നായിട്ട് ഡച്ച് അറിയുന്നതുകൊണ്ടും എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഞാൻ ഇവിടുത്തെ ആരോടെങ്കിലും ഒരു സംശയം ചോദിച്ചു നോക്കിയോട്ടെ ഏത് പാക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ആപ്പിളിനും പെയറിനും പറ്റുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് കണ്ടുപിടിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സ്ഥലം അമ്മയ്ക്കെല്ലാം ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. കുറേ പൂക്കളാണ്. ഫസ്റ്റ് നമുക്കുള്ളത് ഫുൾ പൂക്കളുടെ ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അങ്ങനെ ഒരു ഗാർഡനിക്ക് വേണ്ട എല്ലാ സംഗതികളും നമുക്കിവിടെ കിട്ടും. നമ്മൾ വീട് മാറുന്ന സമയത്ത് കുറേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ പോട്ട്, പിന്നെ കണ്ടോ അങ്ങനത്തെ ഡെക്കോർസ്, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. നാട്ടിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു ബോഗൻവില്ലയുടെ സംസ്ഥാന സമ്മേളനമാണ് കേട്ടോ. കുറേ കളർ ബോഗൻവില്ല ഉണ്ട്. വീട്ടിലൊക്കെ ആൾക്കാർ കൊറിയർ തരാൻ വേണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ അടയാളം പറയാറ് ആ ബോഗൻവില്ലുള്ള വീടില്ലേ എന്നാണ്. അപ്പോൾ ബോഗൻവില്ല മാത്രമല്ല, പൊതുവേ ചെടികൾ ഇഷ്ടം പോലെയാണ് എൻ്റെ വീട്ടിൽ. ചെടി മാത്രമല്ല കേട്ടോ, പച്ചക്കറികളും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എന്തായാലും അത് രണ്ടും ഇവരുടെ രണ്ടുപേരുടെ താല്പര്യം കൊണ്ട് ഇവിടെ ഉണ്ടാവുന്നതാണ്. നമുക്ക് ഒരു ചവിട്ടി വാങ്ങിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഗാർഡനിലോട്ട് ഇറങ്ങുന്ന അവിടെയുള്ള ചവിട്ടി കേട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം കട്ടിയുള്ളൊരു ചവിട്ടി എടുക്കാം നമുക്ക്. അമ്മയ്ക്ക് ജെറ്റ് ലാഗ് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് അമ്മ തിരിച്ചാണ് ഉന്തണത് വണ്ടി. അമ്മയ്ക്ക് നാട്ടിലെ സമയത്ത് വിശന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ 5 മണി 5:30 ആകുമ്പോൾ അവിടെ നേരം 10 മണിയാണ്. വിശക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് അമ്മ മിടുക്കിയായിട്ട് രാവിലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചാൽ മതി എത്തിയിട്ട്. നമുക്ക് ആപ്പിളിനും പെയറിനും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടേ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അടിച്ചു വരാൻ വേണ്ടി ഒരു ചൂല്, മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കത്തി, അങ്ങനത്തെ 1-2 കാര്യങ്ങളായിരുന്നു നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് അതെല്ലാം നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ ഈ ടൂൾസൊക്കെ എന്തിനാന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പലതിൻ്റെയും ഉപയോഗം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. വേലിക്കുണ്ടായാലോ ഇത്ര വലുതോ? ഭയങ്കര ആക്രാന്തം വലുതല്ല, ദൈവം വലിപ്പുണ്ട്. അതിന് ആകെ അങ്ങോട്ട് ആക്രാന്തം ചീറ്റിയിട്ട് ബെയിലിക്കാണെങ്കിൽ കൊണ്ടോ, ബെയിലിനേക്കാൾ വലിപ്പുണ്ട്. അമ്മയും അച്ഛനും വന്ന വ്ളോഗിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം അവരിങ്ങോട്ട് വന്നപ്പോൾ ബെയിലീൻ എന്താ ചെയ്തതെന്നുള്ളതായിരുന്നു. നമ്മുടെയും ഏറ്റവും വലിയ കൺസേൺ 3 മാസത്തേക്ക് അവരിങ്ങോട്ട് വരുമ്പോൾ ബെയിലീനെ എങ്ങനെ ഒരു സേഫ് ആക്കിയിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്താന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ അവരിങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ബെയിലിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. 3 നേരം വീട്ടിൽ ഒരു ചേച്ചി വന്ന് ബെയിലിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ അമ്മമ്മയും അപർണയും എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അപർണ വീട്ടിലില്ല, അമ്മമ്മയ്ക്ക് അങ്ങനെ വന്ന് നോക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. ആ ചേച്ചിക്കും കുറച്ച് കാലമായിട്ട് സുഖമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഇന്നാളത്തെ പ്ലാൻ നമുക്കിപ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ അവർ ഇങ്ങനെ വീട്ടിലെ നായക്കുട്ടികളെ നോക്കാറുണ്ട്.
അവിടെ നമ്മൾ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ബെയിലീനെ. പിന്നെ രോഹിത് ഉണ്ട് വീട്ടിൽ. പക്ഷെ എന്നാലും അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ബെയിലിയുടെ കാര്യം വേണ്ടത്ര നടക്കില്ലേ എന്നുള്ളൊരു സംശയം കാരണമാണ് അച്ഛൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടെ ഇപ്പോൾ ബെയിലി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വേറെ 2 നായക്കുട്ടികളും കൂടെ ഉണ്ട്. പിന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് അവർ ബെയിലിനെ വെക്കുന്നത്. വളരെ നന്നായിട്ടാണ് അവർ നോക്കുന്നത്. അമ്മയും അച്ഛനും രാവിലെ എന്നും വീഡിയോ കോൾ ചെയ്യുന്നത് കാണാം കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊക്കെ പലപ്പോഴും കരച്ചിൽ വരാറുണ്ട് ബെയിലീനെ കാണുമ്പോൾ. എനിക്കും പാവം തോന്നും. കാരണം നമ്മൾ തിരിച്ചു വരും എന്നുള്ളത് ബെയിലിക്ക് അറിയില്ലല്ലോ. അതൊരു വലിയ വിഷമം തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഒരുപാട് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയാണ്. ഇവിടെ വരുമ്പോൾ 2 തൈ കൊടുന്ന് വിൽക്കായിരുന്നു എന്നാണ് പറയുന്നത്. 79 യൂറോ അതിനോ വലുതിന്. നമ്മൾ റിച്ചായി. നമ്മളോട് ഇത്രയൊന്നല്ല, കുറച്ച് അധികം ഉണ്ട്. ഒരച്ഛൻ നിരത്തി തൊടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല പ്ലാന്റ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണത്. ബെഡ്റൂമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കാൻ പ്രിഫർ ചെയ്യുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ഞാൻ അകത്ത് ചെടി കയറ്റി അമ്മ അപ്പം അടുത്ത് പുറത്തേക്ക് വയ്ക്കുക. ബെഡ്റൂം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒരു ജാക്കറ്റ് എടുക്കട്ടെ? നല്ല തണുപ്പല്ലേ? നാട്ടിൽ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ. വളാഞ്ചേരിയിൽ അമ്മേൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടോ. ഞാൻ ഇവിടുന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ പറയുള്ളൂ ജാക്കറ്റ്. എന്നിട്ട് ഏസിയുടെ അകത്ത് ജാക്കറ്റും സോക്സും ഒക്കെ ഇട്ടിട്ട് മറ്റേ മങ്കി കാപ്പ് ഇട്ടിട്ട് അമ്മ കിടക്കും. ഒരു ജാക്കറ്റ് എടുക്കട്ടെ? അങ്ങനെ തൽക്കാലം ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. വേറെ ചെടികളൊന്നും എക്സ്ട്രാ ഇപ്പോൾ വാങ്ങിക്കേണ്ടെന്ന് കേട്ടോ അച്ഛൻ പറഞ്ഞത്. ആദ്യം ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വെക്കാമെന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് രമ്യ ചേച്ചിയുടെ വിനോദേട്ടൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. എനിക്ക് യൂറോപ്പിലുള്ള റിലേറ്റീവാണ് വിനോദേട്ടൻ. അപ്പോൾ വിനോദേട്ടൻ്റെ പേരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുമല്ലോ. അപ്പോൾ അവരൊന്ന് കണ്ടിട്ട് വരാം. കുറച്ച് നേരം നടന്നപ്പോക്ക് വയറ് കുറച്ചിങ്ങനെ അടിയിലോട്ട് തൂങ്ങിയൊരവസ്ഥ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കുമല്ലോ പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ഒന്ന് ഞെളിഞ്ഞു പോകും. വിനോദേട്ടൻ അമ്മയുടെ സെക്കൻഡ് കസിനാണ്. ഇവിടെ വന്ന് അവരോടൊക്കെ ഒന്ന് കമ്പനിയായി കഴിഞ്ഞ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും ക്ലോസ് രമ്യ ചേച്ചിനായിട്ടാണ് കേട്ടോ. രമ്യ ചേച്ചി എനിക്കൊരു ഭയങ്കര ഓൺ സിസ്റ്റർ ഫീലുള്ള ഒരാളാണ്. ചേച്ചിയും അതേ അധികാരം എൻ്റെ അടുത്ത് എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ വളരെ തൊട്ടടുത്താട്ടോ ഇവർ. 3 മിനിറ്റേ ഉള്ളൂ കാറിൽ. അവിടെ കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7:30 7:45 കണ്ടാൽ പറയൂ. അപ്പോൾ വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് നമുക്കിനി വീട്ടിലോട്ട് പോകാം. എൻ്റെ ഈ പുതിയ കണ്ണട വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മുന്നത്തെ റൗണ്ട് കണ്ണടേനേക്കാളും എനിക്ക് ചേരുന്നത് ഇതായിട്ടാണ് തോന്നുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കയറി വന്നിരിക്കുന്നു മരുമോൻ. കുറച്ച് നേരമേ ഉള്ളൂ. ഹൗ വാസ് യുവർ ഡേ? ഇന്ന് ഫുൾ മീറ്റിംഗ് ആയിരുന്നല്ലേ? ബൈ. എന്തായി ശരിയേ? വേസ്റ്റ് തിരിച്ചുകൊണ്ടിരിക്കണം. നല്ലൊരു അടിപൊളി സാധനം വാങ്ങി വന്നിട്ട് നമ്മള്. ചാണകം ഇഷ്ടപ്പെട്ടില്ല? അതേ പറഞ്ഞ അമ്മേനെ രാവിലെ അതിൽ കീ കൊടുത്ത് വിടറാ വന്നിട്ട് ഒരു സെക്കൻഡ് ഒരു സ്ഥലത്ത് ഇരുന്ന് കാണാനില്ല. അച്ഛനും അമ്മേനെയും രാവിലെ എന്തോ ഒരു കീ കൊടുത്ത് ആരോ വിടുന്നതാണ്. അച്ഛൻ ഗാർഡനിലും അമ്മ കിച്ചണിലും. അല്ല അമ്മ വന്നു അപ്പോഴേക്ക് അമ്മേനെ കാണാനില്ല. അമ്മയ്ക്ക് അപ്പൊക്കെ മറ്റി ഇറക്കി കേട്ടു. പുട്ടുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഉണക്കമീൻ റെഡിയാക്കി. ഒരു സെക്കൻഡ് അവിടെ ഇരിക്കണല്ല. ഓ എത്ര ഷാർപ്പാ. അങ്ങനെ നമ്മൾ ഉണക്കമീനും ഉണക്കി. ഇനി നാളെന്ത് ചെയ്യും? ഡെലിവറിക്ക് കൊണ്ടുപോകുന്നോ? എന്താ അങ്ങനെ? ഇതെല്ലാ പണി ഇന്ന് തീർത്താ നാളെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. നാളെ പോണ്ടി വന്നില്ലെങ്കിൽ അമ്മ വെറുതെ ഇരിക്കുവോ? രാത്രി നമ്മൾ കംപ്ലൈന്റ് പറയും, 1 മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല എനിക്കാണ്. ഇത്രയും കട്ടിയുള്ള റോസോ? ഈ ഫെൻസ് കുറച്ച് പഴയ ഫെൻസ്. അത് പിടിച്ചു നിർത്തുന്ന ഒരു മരമാണിതെന്നാണ് എനിക്ക് തോന്നണം. പക്ഷെ ഇത്രയും കട്ടിയുള്ള റോസ് ഞാൻ ആദ്യമായിട്ട് കാണാം. കിട്ടിയതിന് അടുത്ത് നമ്മുടെ എന്താ പണി ഏകദേശം തീർന്നു. 8 മണി ആയിട്ടേ ഉള്ളൂ. 10 മണി വരെ എങ്ങനെയെങ്കിലും പണിയെടുക്കണം എന്നാണ് ആഗ്രഹം. നിങ്ങൾ ഇടയ്ക്ക് പറയാറില്ലേ എനിക്ക് റൊട്ടീനാണ്, എനിക്ക് സ്കെഡ്യൂളാണ് എന്നൊക്കെ. നിങ്ങൾ ഈ വീട്ടിലൊന്ന് വന്ന് നോക്കി വെക്കണം. അമ്മേനെയും അച്ഛനെയും കണ്ട് വളർന്ന ഞാൻ എനിക്ക് എങ്ങനെ സ്കെഡ്യൂളും റൊട്ടീനും ഇല്ലാതെ ഇരിക്കുന്നത്.
എന്നിട്ടും ഞാൻ സിസ്റ്റമാറ്റിക് അല്ല എന്നും എനിക്ക് പ്രോപ്പർ സ്കെഡ്യൂൾ ഇല്ല എന്നാണ് ഇപ്പോഴും അമ്മയും അച്ഛനും പറയുന്നത് കേട്ടോ. ഞാൻ ഇനി ഇവരുടെ റേഞ്ചിലോട്ട് എത്താൻ വേണ്ടി എത്ര പരിശ്രമിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തുറന്ന രാത്രി ഉറങ്ങുന്നത് വരെ ഓരോരോ 5 മിനിറ്റും ഓരോരോ കാര്യങ്ങളായിട്ട് ഇവർ എൻഗേജ്ഡ് ആണ്. ഇന്നലെ വിഷ്ണു എന്നെ ഇവിടെ ഇറക്കി വിട്ടതുപോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് അമ്മേനോട് ഇനി ഇന്ന് തൽക്കാലം കിച്ചണിൽ കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും വിഷ്ണുവും കൂടെ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇന്നാലും നോക്കി നോക്കൂ, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനിമലയാളി. അധികം ഗ്യാപ്പ് എടുക്കാതെ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതുവരെ ടാറ്റാ, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.